ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേനപ്പുഴുക്ക്. ഉള്ളതാണോ? ആ കപ്പപ്പുഴുക്ക് കണക്ക് തന്നെയാണ് നമുക്ക് ഈ ചേനപ്പുഴുക്ക്. ചേമ്പിൻ്റെ കപ്പയ്ക്ക് ചേരുന്ന ചേരുവകൾ അതിൽ കൂടാതെ നമ്മൾ ശകലം കുരുമുളക് ഇതൊക്കെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഉണ്ടോ? ഇല്ലല്ലേ? ഇല്ല, വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളി ഇല്ലെങ്കിൽ വേണ്ട. കുരുമുളക് കപ്പയ്ക്ക് ചേർക്കാത്ത 1-2 കൂട്ടമുണ്ട്. കുരുമുളകും പിന്നെ ജീരകം. ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അത് പട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? പട്ടി ഉണ്ടായിരുന്നല്ലോ. ചേന എടുത്തിട്ട് കൈ ചൊറിയത്തില്ലെന്ന് പറഞ്ഞ എന്നെ അമിതമായിട്ട് ഈ മനുഷ്യൻ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ചേന എടുത്ത് കൈ ചൊറിഞ്ഞ് അവസാനം ഞാൻ എണ്ണയും പൗഡറും കൂടെ മിക്സ് ചെയ്ത് തേച്ചേക്കുക. അത് സാരമില്ല. അത് ചില ചേനകൾ ചൊറിയല്ല, ചില ചേന ചൊറിയും. അതറിയാമെങ്കിൽ ഞാൻ ഒരു 10,000 വട്ടം ചോദിച്ചാലോ ചൊറിയുമോന്ന്. ചൊറിയൊന്നും നിൽക്കുമില്ല. പിന്നെ അപ്പൊ എന്തൊക്കെയാ വേണ്ടേ? നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം ഉണ്ട്. തേങ്ങ ചരണ്ടിയുണ്ടോ? ചിരണ്ടില്ല. ചിരണ്ടണം. എന്നിട്ട് കണ്ടതാ. അപ്പൊ നമുക്ക് ഇതെല്ലാം സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ട് കാണാം. ഇങ്ങനെ ഉള്ളതല്ലേ? അങ്ങോട്ട് നോക്ക്. നമുക്കപ്പം ഇത് കഴിച്ചു നോക്കിയെങ്കിൽ കഴിച്ചു നോക്കിട്ട് പറയാം. ആദ്യം അത്യാവശ്യം നോക്കും, എന്നിട്ട് നമ്മൾ നോക്കും. ഇത് ഒരു ചേന പുള്ളെടുക്കാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു വേണ്ട നമുക്ക് പകുതി മതിയെന്ന്. പിന്നെ വന്നിട്ട് പറഞ്ഞു ഒരിച്ചിരി മതിയെന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മള് കുരുമുളകും ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് ഇടിക്കണം, ചതയ്ക്കണം. ഇതല്ലേ നല്ല അടുക്കള കയറി നല്ല പരിചയം എല്ലാ സാധനങ്ങളും അറിയാം. അത് കഴുകി വെച്ചോ. ചിരിക്കാൻ പറ്റുമോ? ഇത് കഴിക്കായിരുന്നോ? ഇഞ്ചി കുരുമുളകല്ലേ? കുരുമുളക് കുരുമുളകോ? അല്ല, കുരുമുളകല്ല. അത് മാത്രം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇങ്ങനെയുള്ളതാണോ? ഇത് ഇപ്പൊ യൂട്യൂബിൽ കൂടെ കാണുമ്പോ എല്ലാരും ഇത് ഉണ്ടാക്കും. എല്ലാരും കൂടെ ഇങ്ങോട്ട് വരും. ഇതാണല്ലേ എന്നതിന് വരാനാ? ഞാൻ കഴിയും, കാരണം തെളിവുണ്ടല്ലോ. നല്ല വെളിവുള്ള ആൾ അടുക്കള കയറിയേക്കുന്നത്. എല്ലാം അറിയാലേ? അതിന്റെ അത് പോയതാ. പൊട്ടിക്കോ? പറയൂടിയോ? പറയൂടിയോന്നു? അയ്യോ, ഈ ലൈറ്റ് ഇട്ടടി, മറ്റേ ലൈറ്റ് ഇല്ല, കാണുന്നില്ല. ആയി കാണും. ഇതിന്റെ ഈ നടുക്ക് ഭാഗം തന്നെ പോയത് ഇടിച്ചിരിച്ചു. ഇതിനു മുന്നേ വീട്ടിൽ എന്തെങ്കിലും വേറെ പാചകം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടില്? എന്തെല്ലാം ചെയ്തു? ഇങ്ങോട്ട് നോക്കി പറ. അല്ല, ഈ സംഭവം എങ്ങനെ അധികം പഠിച്ചത്? ഇത് ഞാൻ പഠിച്ചത് എന്റെ അമ്മയുള്ള കാലത്ത് അവരൊക്കെ ഇതൊക്കെ ആന്റിമാര് കാണുന്ന ഉണ്ടാക്കി തന്നതാണ്.
അത് കഴിച്ചാണ് എനിക്കിതിന്റെ സ്പൂൺ ഇതിന്റെ സ്പൂൺ ഇത് അത്ര സ്പൂണാണ് ഒറ്റ ഒന്ന് മതി. എന്തിനാണ് സ്പൂൺ? ഇത് നമുക്ക് ഇത് അതിൻ്റെ അതിന് ശേഷം ഇടാവേ. ഇതിന് മുമ്പ് തേനങ്ങ ചേർത്തി എടുക്കുക. ഇത് കഴുകി എനിക്ക് ഒരു സഹായം ആരുടെ വേണ്ട, ഞാൻ തന്നെ. അല്ല, ഞാൻ സഹായം പിന്നെ അതിന് ഒരു ഹെൽപ്പുകാരെ കൂടുതൽ കാണുമല്ലോ. അത് ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതാണ് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ്. അടുക്കള കയറി നല്ല പരിചയം, അതുകൊണ്ട് പിന്നെ എല്ലാം അറിയാം. മിക്സിയുടെ ജാറ് ഇങ്ങോട്ട് കാണിക്കരുത്. ഇത് മിക്സിയാണ്. ഇവിടെ വാ. തേങ്ങ അത് നീ തരാൻ ചിരണ്ടില്ലല്ലോ. ചിരണ്ടി നോക്ക, എന്നാലും രസം അറിയാം. എല്ലാരും എന്നെ പറയുമായിരിക്കും ചിലപ്പോ. ഇവിടെ വെക്കും. തേനെ കൊണ്ട് പണിയെടുപ്പ് ഞാൻ വെറുതെ നിൽക്കുന്നു. വല്ലപ്പോഴും റയറായിട്ട് മാത്രമേ എല്ലാം പാത്രം വെക്കണം അടിയില്, എന്നാലേ ചിരണ്ടി ഇടാൻ പറ്റുള്ളൂ. നല്ല ചിലവയായിരുന്നല്ലേ. എത്രയാണറിയോ? എത്ര? 400 രൂപ. കുറച്ച് കുറയ്ക്ക്. എത്ര? 400. മറ്റേ ഇതിന് മറ്റേ 2 ജാറും കൂടെ കൊടുത്തപ്പോഴത്തേനാ 1050 രൂപ. 1050, 1250. അമ്മ 1000 കൂട്ടിയാണോ? എത്രയാണ്? അമ്മ 2250. 2250. കെട്ടിയോളും കളയാം. തിരുമണ വേണ്ട വേണ്ട. ഏതായാലും ക്രെഡിറ്റ് എനിക്ക് തന്നെ ആയിരുന്നു. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ആയിരുന്നു. ക്രെഡിറ്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ചെറുപ്പകാലത്ത് അമ്മേനെ സഹായിക്കുമായിരുന്നോ? ചെറുപ്പത്തിലോ? അമ്മ സഹായിക്കുമായിരുന്നു. അമ്മ സഹായിക്കുമായിരുന്നു. അമ്മ എന്നെ സഹായിച്ചു. കരയാണോ? മൊത്തം തീർത്തോ? മതിയോ? തേങ്ങ നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ തീർന്നു തരാം. ഇത്രത്തെ ഇത് മതിയായിരിക്കും. അത്ര ഞാനല്ലേ ഉള്ളൂ. ഇതിന് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എവിടെ? ഞാൻ വീട്ടിൽ 2 പ്രാവശ്യം ഉണ്ടാക്കി. ആരും ഇല്ലായിരുന്നു? ഒറ്റയ്ക്കായിരുന്നു? ഒറ്റയ്ക്കല്ല, ഞാനും വീട്ടുകാരി ഉണ്ടായിരുന്നു. വീട്ടുകാരി എന്ന് പറയണ്ട അമ്മ. അതെ അതെ. ഞാൻ നിങ്ങളുടെ മോളല്ലേ? അതെ. കഴിഞ്ഞോ? തേങ്ങ കണ്ട് കഴിഞ്ഞില്ല. നല്ല എക്സ്പീരിയൻസ് ആണ് ചേട്ടാ. ഇത് കഴിച്ചവരെല്ലാം ജീവനോടുണ്ടോ? ഇല്ല, അതിലൊരാളില്ല. മതി. അത് വേണേ ഞാൻ തിരിച്ചു തരാം. അപ്പുറം വേണ്ടേ? മതിയോ? ഇത് എരിശ്ശേരിയാണോ ഉണ്ടാക്കുന്നത്? അല്ല, ഇത് കപ്പപ്പുഴുക്ക് ഉണക്കുണ്ടാക്കുന്ന ചേനപ്പുഴുക്കെന്ന് പറയും. ആര് പറയും? ആര് കഴിക്കുന്നവര് പറയും. അല്ലെങ്കിൽ ഞാൻ പറയേ, ഈ ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ച തേങ്ങായി ഇങ്ങനെ ഇതായിട്ട് കിട്ടില്ല നമുക്ക്. ആദ്യം നമ്മൾ ചേനയ്ക്ക് ശകലം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ്. നമ്മൾ ഇതിന് വേഗം വേണ്ടിയുള്ള വെള്ളം ആവശ്യത്തിന് വെച്ചു.
ഇതിനിപ്പം തീ കൊടുക്കാൻ പോവാണ്. ഇത്രയും മതിയോ വെള്ളം? ആ വെള്ളം അത്രയും ധാരാളം. പിന്നെ എത്ര കാര്യമാ മറന്നുപോയോ? സത്യം പറയുന്നതല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ പിന്നെ എന്റെ മോനെ ഞാൻ തമാശ പറയുന്നത് അറിയത്തില്ല. അറിയത്തില്ലേ? അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല പറഞ്ഞോ. ഇന്ന് ഞാൻ പറയുക എന്റെ ജീവൻ പോയെന്നുണ്ടായി. ഇത് നമ്മളത് തിളച്ച് വരുമ്പോ അതിനുള്ള അരപ്പുകളാണ്. ചക്കക്കുരി കറി വാങ്ങാണോ? ഇത് ഏലക്കറി എന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ചിലത് എന്തോ വലിയ പ്രതീക്ഷ വരും. അവനിത് കഴിച്ച് കഴിയുമ്പം പറയും. അവന് പിന്നെ ഒന്നും അറിയാതെ അവന് പിന്നെ ഇതിനെപ്പറ്റി രുചിയൊന്നും അറിയത്തില്ല. കോട്ടയം സ്റ്റൈലാന്ന് പറഞ്ഞാൽ മതില്ലേ? കോട്ടയം സ്റ്റൈലാന്ന് പറയണ. എനിക്ക് പച്ചമുളക്, ഇഞ്ചി, അല്ല വെളുത്തുള്ളി, അല്ല ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളുടെ പേരാ ഞങ്ങൾ ഈ വിട്ടടിക്കുന്നത്. അച്ഛനും പക്ഷെ ഇങ്ങനെ വേറെ എന്തോ വേണമല്ലോ ഇനി പറഞ്ഞത്. അല്ലല്ല ഇത് തന്നെയാ പറഞ്ഞു. വേറെന്തോ വേറൊക്കെ പറഞ്ഞ മാറ്റത് ചിരിക്കണോ കരയണോ? എന്തോ കാണിക്കുന്നത്? ഇത് കാന്താരി അല്ലേ? കാന്താരി 2 കാന്താരികൾ ചേർക്കണം. എന്തിന്? അങ്ങനുണ്ടോ? എരിവിന് വേണ്ടി ഇടാൻ പറ്റും. ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം. ആവശ്യമില്ലാത്തൊരു ഇടണമെന്നില്ല. ആവശ്യമില്ലാത്തതാ. ഇത് കാന്താരി അല്ല, ഇത് ഉണക്കമുളക്. അല്ലടി കാന്താരി ഉണങ്ങിയതാണ്. ഇത്ര വലിയ കാന്താരിയോ? ഇത് പച്ചമുളക് ഉണങ്ങിയതാ. അല്ല ഒരു ഇത് ഗുണം ചെയ്യുന്നില്ല. പിന്നെ കാന്താരിയുടെ ഉണ്ടെങ്കിൽ കാന്താരിയുടെയും കൂടെ ചെറിയ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് നല്ല ഇതാണ്. പിന്നെ പിന്നെ നമുക്ക് വേണ്ടിയതേ കരിയാപ്പിലേക്ക് മഞ്ഞപ്പൊടിയോ? അല്ല ഇതുകൂടെ ഇട്ട് ഇതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇടുകയാണേ. ജീരകവും കുരുമുളകും. ജീരകവും കുരുമുളകും. പിന്നെ നമുക്ക് മനസ്സിൽ കരയുവാണ്. നീ പറഞ്ഞു എനിക്ക് തോന്നുന്നു കരയും. അത് മഞ്ഞപ്പൊടിയാ? അല്ല ആണ്, മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി അറിയത്തില്ലേ? ഇച്ചിരി മതിയേ, അത്ര ഇരുന്നോട്ട്. കാരണം ചേന കൈ ചൊറിയുന്നു പറഞ്ഞില്ലേ? ചേനേ ചൊറിയുന്നു പറഞ്ഞില്ലേ? നമുക്ക് വൈകിട്ട് നാലും ചൊറിച്ചിട്ടുണ്ടോ? ചോർച്ചിൽ മാറും. പിന്നെ ഇതടക്കുക, അടച്ച് അടിച്ചെടുക്കണം. ചതക്ക് പിന്നെ ചതച്ചൊരുമാതിരി കപ്പയ്ക്ക് നമ്മൾ ചതക്കണ ഉണക്കണ ചതക്കണേ. ഒറ്റ അടി അടിച്ചേക്കാം. എന്റെ കർമ്മത്തല്ല ഇന്ന്. അതായത് ഒറ്റടി ഇത് പോയ വ്യക്തിയാണ്. ചേന തിളച്ചു. ഇനി എന്നാന്ന് അറിയത്തില്ലേ? ഇപ്പം അറിയാം. നമുക്ക് ഉപ്പല്ലേ? ഉപ്പ് ഇപ്പം വേണ്ട, ചേർക്കണ്ട. നമുക്ക് ചോദിച്ചെന്നുള്ളതല്ലോ, ഉണ്ടോ ഇല്ലെന്ന് അറിയാം. ചില ഉപ്പിടുകയാണെങ്കിൽ ചേനക്കങ്ങ് പിടിച്ചോണ്ടാണ്. ഇട്ടോ പട്ടിട്ട് ചേനയൊക്കെ ഇടുമ്പോ അങ്ങനെ ഇട്ടിട്ടാ വേവിക്കുമെന്ന് തോന്നുന്നു. അല്ലല്ല, ആണ് കപ്പയ്ക്ക് ഉപ്പിട്ടിട്ടല്ലേ വേവിക്കുന്നത്? അല്ല, പിന്നെ കപ്പ വേവിക്കുമ്പോഴത്തേന് കപ്പ അരപ്പിന്റെ കൂട്ടല്ലേ നമ്മൾ ഉപ്പി ചേർക്കുന്നത്. അങ്ങനെ ചെയ്യുന്നോണ്ട് പിന്നെ നമുക്ക് വേറെ കടുക് പൊട്ടിക്കാനുള്ള കഴിവുണ്ടോ? കടുക് പൊട്ടിക്കാനല്ലേ വേണ്ടേ? കടുകുണ്ടോ? ഇത് കറിയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നേ. നീ കണ്ടോണോ? ഞാൻ കണ്ടോണ്ട് ഇവിടെ നിൽക്കാം. ഞാനല്ല, കൊറേ ആൾക്കാര് കാണുന്നുണ്ട്. ഈ നാട്ടിലുള്ള താഴ്ന്നു. ഞാൻ ഈ നാട്ടിലുള്ളവരുണ്ട്, 2 പേരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് മലയാളികളാ. ഇവിടെ വന്ന പെണ്ണോ?
ഈ ചേച്ചിക്ക് ഉണ്ട്, ഈ ചേച്ചി കാണാം ഏത്? ഇപ്പൊ വന്നാൽ ഇത് വെന്തിട്ട് നമുക്ക് കാണാം കേട്ടാ. ആയോ? ഇല്ല, ഇത് ശകലം വേവുള്ള ഞാനാണ്. വേണ്ടില്ല, വെന്തോ? വേഗം ഞാനേ കുക്കറി വെക്കണോ? വേണ്ട, അതിൻ്റെ തന്നെ ഇരുന്ന് വെക്കാം. അത് അടച്ചു വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിൻ്റെ അടപ്പുണ്ട്. അടപ്പുണ്ടെങ്കിൽ ശരിക്കും കിട്ടുള്ളൂ. വിട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ച് അരപ്പിന് നേരെ മുകളിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ കപ്പ ഇളക്കുക. നമ്മൾ ഇളക്കി മാറ്റി വെക്കുക. കരിയാപ്പില ഇടുക. എന്നിട്ട് തന്നെ ആവശ്യത്തിന് ചൂട് ചെറു ചൂടോട് കൂടി ഇറക്കി കഴിക്കുന്നവർ കഴിക്കുക. ആരെങ്കിലും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഞാൻ വീട്ടിൽ കൊണ്ടിരുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെ വേറെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത്. ചേന വേവിക്കുമ്പോഴത്തേന് ചേനയും ഇതിനേക്കാളും നല്ല ചേനയും കണ്ണൻ ചേമ്പില്ലേ, ചെറിയ ചേമ്പ്, അത് രണ്ടും കൂടെ കൂട്ടി ഉണ്ടാക്കിയാൽ ഇത് പോണക്ക് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഒരു കഷ്ണം വെളുത്തുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ വെളുത്തുള്ളി ഇല്ലാതായി പോയി. ഇനി കിടക്കുന്നത് അല്ലല്ലേ? അല്ല, ഇത് എവിടെ വെളുത്തുള്ളി ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അവന്റെ കാര്യം നമുക്കത് കുക്കറിനോട്ട് വെച്ചാലോ? കുക്കർ വരെ കൊണ്ടുപോകുമോ? ഇതിന്റെ വരുന്നല്ല, അതിനെ അങ്ങനെ ഇരിക്കട്ടെ. കുക്കറി വെക്കാം. വേണ്ടേ, ടേസ്റ്റ് മാറുമോ? കുക്കറി വെച്ചാലും എന്തായാലും ഒരേ ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് മാറുമോ? അതൊക്കെയാണ്. മെല്ലെ വലിയ വേണോ അച്ഛാ? വേഗാത്ത ചേനയാണ് അത് കേട്ടോ. ഇതുണ്ടോ കട്ടി കുറക്കിടക്ക് എപ്പോഴും. പക്ഷെ നമുക്ക് ചേന വെന്ത് കിട്ടുന്ന ചേനയായിരുന്നു ഇതിൻ്റെ. വെന്തിട്ടില്ല, കല്ല് പോണത്തില്ല. കാരണം അതുകൊണ്ട് നമ്മൾ കുക്കറിലോട്ട് മാറ്റുകയാണ്. കുക്കറോട് നമുക്കൊരു 5 മിനിറ്റ് അടുപ്പത്ത് വെച്ച് നോക്കാം. വേഗം കയറാത്ത ചേനയായിരുന്നു, അത് കാരണം കൊണ്ട് നമ്മളത് കുക്കറിലോട്ട് മാറ്റി. അല്ലെങ്കിൽ ഇതുപോലുള്ള തുറസായ സംഗതി ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. കുക്കറിനേക്കാളും നല്ലത് കുക്കറിലാകുമ്പോഴത്തേന്. അത് കാരണം കൊണ്ട് ഇപ്പം കുക്കറിൻ്റെ അകത്തേ നടക്കത്തുള്ളൂ. വേഗാത്ത ചേനയായിരുന്നു, വേഗാത്ത ചേന അതിനോട് കുക്കറിലോട്ട് മാറ്റി. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടാകുന്നു. വെന്തിട്ട് നമുക്ക് നോക്കാം ഇത് എന്താണെന്നുള്ളത്. അതിന് വില പോകുന്നുണ്ടോ മുങ്ങാൻ വേണ്ടി? ഇല്ല, എനിക്ക് ധൈര്യമായിട്ട് തന്നെ നിൽക്കാം. ധൈര്യമായിട്ട് ഞാനിത് ഒത്തിരി പേർക്കും ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്കാരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അവിടൊന്നും ഞാൻ പറഞ്ഞു പോയിട്ടില്ല. ഇതെനിക്ക് ആദ്യം ഉണ്ടാക്കി തരുന്നത് ഇവിടുന്ന് ചെങ്ങന്നൂർ അമ്മച്ചിയില്ലേ, അല്ലല്ല ഞാനിവിടെ കുളിക്കുന്നത്. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ചേന നല്ല ശരിക്ക് വേഗം നെയ്ച്ചേനെന്ന് കൊണ്ടുവന്നോ അവിടെ. അതായിരുന്നു കേട്ടോ. ഇത് ഈ കല്ലിച്ച് പോയ ചേന. കല്ലിച്ചെന്ന് പറഞ്ഞാൽ ഇത് വേറെ എങ്ങനെയോ നിന്ന് ചേന. എന്നാലും ചെങ്ങന്നൂർ കൊണ്ടുവന്ന ചേന നല്ലതാണ്. ഇതെന്നെ പറ്റി ഞാൻ നടക്കുന്നത് ഭാഗത്തറിയുമല്ലോ, ഭാഗത്തറിയാമല്ലോ ആളു. നോക്കിയത് എങ്ങനെയാ നോക്കിട്ട്
വിസിലടിക്കുന്നില്ലേന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ കുക്കർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെമ്പുന്നുണ്ട്. എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ, ഒരു കള്ളന്മാരിരിക്കുന്ന പോലെ. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? പിന്നെ എന്താ വിചാരിച്ച ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞേ? പരീക്ഷണത്തിൽ കൂടെയാണല്ലോ ഏത് സാധനങ്ങളും കണ്ടുപിടിക്കുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ ഓട്ടോടെ കാച്ചി അത് കഴിഞ്ഞതിന് ശേഷം ദോശ ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്ന് പുതിയ പുതിയ കണ്ടുപിടിച്ചില്ല. എന്തുകൊണ്ടാണ് ഒരു വെറൈറ്റി ആയ സാധനം ഞാൻ കണ്ടുപിടിച്ചത്? വെറൈറ്റി സാധനം അച്ഛൻ തന്നെ തിന്നണം. ഞാൻ തിന്ന് കാണിക്കും, ഇന്ന് കാണിക്കണം. അല്ലെങ്കിൽ ഇതെനിക്ക് തിന്നാനുള്ളതേ ഉള്ളൂ. ഇത് കാണുന്ന പ്രേക്ഷകരോട് അച്ഛൻ എന്നാ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. മനസ്സിലായി എല്ലാവരും. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും താല്പര്യപ്പെട്ടു കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം പറ്റിയോ? ഇത് ഉദ്ദേശിച്ച സാധനം ഇതല്ലായിരുന്നു. ഇത് നിങ്ങൾ ഭക്ഷിച്ച് നോക്കിയ ശേഷം പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം ഞാനൊരു അഭിപ്രായങ്ങളും പറയുന്നു. ഉണ്ടാക്കുമ്പോ ഏത് ടേസ്റ്റാണ് അന്നേരം ഒരു പേര് അതിലാ കുരുമുളക് ചേർത്തി ഇടത്തില്ലായോ? കണ്ടിട്ടില്ല. കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. വെളുത്തുള്ളി ഇട്ടിരുന്ന് ഗ്യാസിനെങ്കിലും കേൾക്കാതെ വന്നേനെ. അതിനല്ലേ കുരുമുളക് ഇട്ടിരിക്കും. ഗ്യാസിനൊന്നും ഈ ചേന കഴിച്ചാൽ ആർക്കും ഗ്യാസ് ഉണ്ടാകില്ല. ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്നതാണ് ചേന. ഏതുവർക്കും. ഈ ചേന കഴിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. വേഗം ഞാൻ വിസിലടിക്കുന്നില്ലല്ലോ ദൈവമേ. തിളച്ച വെള്ളം എന്തോ വൈരാഗ്യമുള്ള ഇതാണോ? കുശലടിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നാണ്. ഒരു താല്പര്യമില്ല. പട്ടിക്കും വേണ്ട തിരിച്ചു തരണേ. വരണേന്ന് കേട്ടാ. വരണം. വിസിലടിച്ചിട്ടുണ്ട്. ഒന്നടിച്ചാ മതിയോ? ഒന്നടിച്ചാൽ പോരാ, ഒന്ന് രണ്ടും അടിച്ചോട്ടെ. അതാ കല്ലൻ ഇല്ല. രണ്ടാമത്തെ അടിച്ചിട്ടുണ്ട്. ഇനി അടുപ്പിച്ച് അടിക്കുന്നേ. അടിച്ചോട്ടെ. ഗ്യാസ് ഇനി ഗ്യാസ് വന്നു കുറച്ചൊന്നും ഇരുന്ന എങ്ങോട്ട് അവനെയോ? അങ്ങനെ തണുപ്പിക്കാം. പിന്നെന്താ അവര് വെള്ളം പോകുന്ന ഓണർ കാണും. തുറക്കല്ലേ, പൊട്ടിക്കളിക്കും. വെന്തം തോന്നുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട്. പൊട്ടിത്തെറിക്കണം സ്വന്തം മോളെ ഇതിനകത്തോട് നിർത്തിട്ട് അങ്ങ് ഓടി മാറി നിൽക്കുന്നോ? തുറക്കോ, ഇതിന്റെ അച്ഛൻ തുറന്നോ? ഇത്രയും എന്താ കേൾച്ചാലോ? അത് തുറക്കും, സൂക്ഷിച്ചു തുറക്കണേ. എന്തിനാ ഇങ്ങനെ അറിയാം? മണിപ്പണ്ട് പറ്റില്ല ഇങ്ങനെ മുകളോട്ട് കണ്ടോ? വെന്തിട്ടില്ല. ഇച്ചിരി കൂടെ വേണമായിരിക്കും.
കല്ല് പോകണം കിടക്കുന്നത്. അതെന്തായാലും അത്ര അനുഗ്രഹമായില്ലേ. ഇന്ന് സാധനം ഒത്തില്ലെങ്കിലും പറയാലോ ചേന വെള്ളാനിട്ടാണ്. ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. കാരണം എനിക്കത് പോണക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ഇത്. ഇതൊട്ടും വേണ്ടില്ല. ഒരു റൗണ്ട് കൂടെ അടിക്കും. ഇനി ഒരു റൗണ്ട് ചുമ്മാ വെച്ചിട്ടാണ് മതി. വെള്ളം ഒന്നും ഇച്ചിരി വെള്ളം ഒഴിക്കലെങ്കിൽ വേണ്ട, വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ഇതാവുകയില്ല. അത്രയും വെള്ളം മതി. ഇങ്ങനെ പിടിക്കാനൊക്കെ ഇങ്ങനെ പിടിക്കാം. ഫോണിങ്ങനെ പിടിക്കാം. എന്നെ കാണണം. എന്നെ കാണിച്ചില്ല. എന്നെ കാണണം. ഇതും കൂടെ കാണണം. ഇതും എന്നെ കൂടെ കാണണം. കാണുന്നുണ്ട് എന്നെ. അപ്പൊ നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ വെക്കാം. ആകട്ടെ. കിടക്കണേ അച്ഛാ, ചേന വെന്തില്ലെങ്കിലും അച്ചാച്ചന് ചേനയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാലോ. അങ്ങനെ ചേര അത് വേഗം നല്ലതായിരുന്നു. എനിക്കും വലിയ ഇഷ്ടമുള്ളൊരു ഭക്ഷണമായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചേന വേഗം തന്നെ ഉപ്പിട്ടാൽ കല്ലിച്ചു പോകും അല്ലേ? ഉപ്പിട്ട കല്ലിച്ചു പോകും. ആരാ പറഞ്ഞേ? ഉപ്പിട്ടാൽ കല്ലിച്ചു. ഒരു 3-4 കുറിച്ച് തന്നിട്ടുണ്ട്. എന്നാ എന്തായാലും പറ. അതെന്താ പേര് മാറ്റാനാണോ? സോമൻ ഇടാ നമുക്ക്. ആ 4. എനിക്കും ചേനയൊക്കെ ഒരു 10-15 എണ്ണമെങ്കിലും അടിക്കണമായിരിക്കും. അപ്പൊ ഇത് ചേനയല്ലേ? ഇനി അമ്മയ്ക്ക് മാറിപ്പോയി. അമ്മ വല്ല വാഴത്തടയാണ് പറിച്ചോന്ന്. ഞാൻ ഓർത്തതാ. എനിക്കില്ലാത്ത എനിക്ക് കൈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്റെ ഊപ്പാട് വരുന്ന. ഇതെന്നെ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ടോട്ടലൊരു 8 എണ്ണം കണ്ട് അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. ഒരു മണം വരുന്നുണ്ടോ ചേന? ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ എത്രയും പിന്നെ വെന്തില്ല എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ച ഏറെക്കുറെ ഇപ്പം ഇനിയും വേഗം പോയാൽ ശരിയാകില്ല. ഇത് ഊറ്റുകയാണേ. ഇനിയും നമുക്ക് ഒത്തിരി വെന്തില്ല. ചിലത് മാത്രമേ വെന്തിട്ടുള്ളൂ. വേഗത്തതാണ് വേണ്ടിയത് നമുക്ക്. ഏതാണ് ഇതിൻ്റെ അടപ്പ്? ഏതാണ്? ആരെ നമ്മള് ഇവിടെ പറഞ്ഞാലും മനസ്സിലായില്ല. അല്ല, ഇതിലൊരു കഷ്ണം കൊണ്ട് മറ്റേ പച്ചത്തേനായിരിക്കും. അതുകൊണ്ടൊക്കെ പോയാൽ മതി. ഇനി മറന്നു നിങ്ങൾ എൻ്റെ അടുത്തൊന്നു മണമല്ല ഇത്. എന്നാ സാരമില്ല. ഇനി നമുക്ക്
എന്റെ ദൈവമേ, കുരുമുളക് പൊടിയൊക്കെ ഇടുവോ? ഇടൂരി കുരുമുളക് പൊരിയാണ് ചത്തു പോകുന്നത് കേൾക്കുന്നത്. നമുക്കെന്നാ ചേനരിശ്ശേരി അങ്ങ് ആക്കാത്ത. ഇതങ്ങനെ പെവര് മാറ്റിയില്ലേ? ചേന വേഗം പേരൊക്കെ മാറ്റി വേല മാറ്റാനോ പോകും. ചേനരിശ്ശേരിക്ക് ഇങ്ങനെയല്ല, ഇച്ചിരി കൂടെ അറിയണം. അത് വേണ്ട. ഇതിപ്പോ ഒരു ചക്ക വേവിച്ചെടുത്ത കപ്പ വേവിച്ചെടുത്ത അങ്ങനെയുള്ള ഇതാണ്. അല്ല അവിടെ ഇപ്പം കത്തിക്കില്ല കരിയാപ്പില വളർന്നെടുത്തു. ഉപ്പിടണം. ഉപ്പിടാം. മുളകല്ലേ അത്? മുളകല്ല. ഞാൻ വിചാരിച്ചല്ലോ ഇതിനകത്ത് ഇല കംപ്ലീറ്റ് തീർന്നു. ഒത്തിരി ഇല എടുക്കണ്ട. ഇളക്കാനൊന്നും ഇല്ലടി. ഇളക്കോരായിരുന്നു മലപ്പുറം കത്തി വെട്ടും കുത്തും ശവമായി. ഉപ്പിട്ടില്ലല്ലേ? അയ്യോ, നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ. അത് ഇപ്പൊ തന്നെ കറിയേക്കാളും ഉടുപ്പിട്ട് കേട്ടോ. എങ്ങനെങ്കിലും കുളവാക്കണം. ഒരു തരത്തിലും കുളവാകും. മണ്ടയ്ക്ക് വരരുത്. ഇനി എന്നാ കുളവാകാൻ? ഇനി വേവിക്കണ്ട. അല്ല, ഇത് ഒന്നുകൂടെ സ്ഥലം ഒന്നുകൂടെ അടിക്കണോ? അടിക്കണ്ട. പച്ചവെള്ളം കൊണ്ട് അല്ല, ഇച്ചിരി പച്ചവെള്ളം കൊണ്ട് ഒഴിക്കാം. നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ശലം എണ്ണ പിന്നെ കടുക് പൊട്ടിച്ച് ഇട്ടെടുക്കുകയാണേ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ഈ ചേച്ചിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഇച്ചിരി കൂടിയാൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ദൈവങ്ങളെല്ലാം വിളിച്ച് എന്നാ പറയുന്നു? ഒന്നും പറയാനില്ല. എനിക്ക് പച്ച അരപ്പ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം അല്ലേ? ഒഴിക്കാല്ലേ? എന്നോടാ ചോദിക്കുക. ഒരഭിപ്രായം എടുത്ത് നിൽക്കുന്ന ആൾക്കൂടി ചോദിക്കുന്ന കുഴപ്പമൊന്നും. ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോ നീ പറഞ്ഞിട്ട് അങ്ങനെ എടുത്താ കുളമായെന്ന് പറയും. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇനിയിപ്പോ എനിക്ക് പറയേണ്ട കാര്യമില്ല. അതേസമയം ഞാൻ പ്രതീക്ഷിച്ച നമുക്ക് അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോ ശകലമൊന്നും വെന്തോട്ടെ. ഇതിപ്പം ഒന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോ ഇത് കറിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാലേ അല്ല, അതായത് ചേന വെന്തിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ കഷ്ണമായിട്ട് കിട്ടിയത്. എന്നാലും ശകലം വെന്തോട്ടെ. ശകലം വെന്തോട്ടെ. സത്യം തേങ്ങ വെറുതെ പോയി. അറിയില്ല, എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാൽ ഇനി മാറി നിന്നു. അങ്ങോട്ട് വലിയ ആളാങ്ങാവും. ഒരു ധൈര്യം ചുമ്മാ ഇരുന്നോട്ടെ. ഇങ്ങനെ അടയ്ക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കടുകും എവിടെ
ആ കറുത്തിരിക്കുന്നത് കൊച്ചു ചുമലയും കൂടെ നമുക്ക് ചാക്കി എന്ത് ചെയ്യാം ഇക്കാര്യം മുമ്പേ ചാക്കി ഇത് എനിക്ക് സത്യമായിട്ട് ആതിര വെക്കുന്ന എച്ചേരി കറി വെക്കുന്ന എച്ചേരി അതുപോലെ അതെന്നെ കണ്ട് പഠിച്ചതല്ലേ അവള് ഇതവള് കാണുക ഈ വീഡിയോ കാണുന്ന നോക്കട്ടാ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാതോടും കിട്ടും നല്ല വൈകിട്ട് തന്നെ മോര് കറി ഒന്നും കിട്ടല്ലോ വീണെടുത്ത് ഇത് പുഴുക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ചോറ് പോലും പറ്റും പുഴുക്കിന് വെള്ളം കൂടി തന്നെ കുഴപ്പം പുഴുക്കിന് പുഴുക്കായിരുന്നു യാതൊരു പിടിയില്ല എന്നിട്ട് പക്ഷെ എന്റെ കോൺഫിഡൻസ് ഞാൻ വിചാരിച്ച അച്ഛന് നല്ലോണം അറിയാന്ന് അതെ പിന്നെ അറിയാൻ മേലെ ഉത്തരം ഉണ്ടാക്കി പറയുന്നത് കുട്ടിയും കാണുകയല്ലേ അവരിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന കറിയാണോ ചേച്ചി ഉണ്ടാക്കുന്ന കറിയാണോ അച്ഛൻ ചേച്ചി ഉണ്ടാക്കുന്ന കറിയുടെ ആരോഗ്യമായിട്ട് കഴിയുന്നത് അരപ്പ് കണ്ടു നോക്കിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു അടി പിടിക്കാം അതാണ് മറിക്കേ മറിക്കേ മറിക്കടി എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ ഞങ്ങള് ചക്ക പിന്നെ ഇതിന് ചക്കവിയൽ എന്ന പേരിടാൻ പോകും ചേനയിൽ വീഴും നിർത്തിയാക്കട്ടെ വേണ്ടോട്ട് അയ്യോ ഇടണം അത് മാറ്റി കടുക് പൊട്ടിക്കേണ്ടതാണ് നമുക്കിനി കടുക് പൊട്ടിക്കാം ചൂടട്ടെ ഞാൻ പൊട്ടിക്കാം ഞാൻ ഒന്നും ചെയ്തില്ല അവസാനം കുറ്റല്ല കടുക് ഇത് ഇതാ കടുക് ഇതോ ഇതോ പാചകപടി കേട്ടോണ്ടല്ലോ വെളിച്ചെണ്ണയാണ് പാമയിലോ വെളിച്ചെണ്ണയായിരുന്നു വേണ്ടി സാരല്ലേ വെളിച്ചെണ്ണ ഇത്രയും കുളമായില്ല ഇനിയിപ്പം മതി ഒരു കറിക്ക് 1 കിലോ എണ്ണയല്ല മുളക് വേണോ ചുവന്ന മുളക് അതൊന്നും എടുത്തില്ല ചുമ്മാ ഇതിന് വേണ്ടിയിട്ടിടായിരുന്നല്ലോ എണ്ണ ചൂടായിട്ട് ഇടാവളെ കടി ഇട്ടിട്ടായിരുന്നത് ഉള്ളി അത് ഇത് മഹാവരിതാണേ ചൂടായി 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 പുക വരുന്നില്ലേ കരിയണം അങ്ങോട്ട് ഇളക്കണോ ഇളക്കണ്ട കാണിക്കാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ട്
അത് മനസ്സിലായി, എല്ലാം അറിഞ്ഞിട്ട് ചെയ്തതാണ്. ഉള്ളി കരിഞ്ഞിട്ട് എടുക്കുന്നത് മതിയാച്ചാ, പിന്നെ കരിഞ്ഞിരിക്കും. നമ്മുടെ കടുകും കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാര് കഴിക്കുന്നതാണ്? ആര് കഴിക്കുന്നോ? ഒരു സംശയം വേണ്ട, താങ്കൾ തന്നെ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയും. ഞാൻ ഇളക്കിയല്ലേ, ഇങ്ങനെ ഇളക്കട്ടെ. പക്ഷെ ഏകദേശം അതുപോലെ കായ് വരുന്നുണ്ട് സാർ. കപ്പ ബിരിയാണി ഒക്കെ പോലെ കിട്ടും. ഇതിൻ്റെ അടുത്ത് കപ്പ ബിരിയാണി ഒന്നും അല്ല, അത്ര ഇത്. പക്ഷെ കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് അല്ലേ? ലുക്ക് മാത്രമേ ഉള്ളൂ. ചൂടാണോ? ടേസ്റ്റ് ഉണ്ട്, നല്ല നല്ല. ഇതിന് എന്ത് പേരാന്ന് പറ. ചക്കപ്പുഴുക്ക് അല്ല, ചേനപ്പുഴുക്ക്. ചേനപ്പുഴുക്കാം. അപ്പം നമ്മുടെ ചേനപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും എനിക്ക് പറയാനില്ല. അതെന്നെ ഇവര് ഇത് കണ്ടിട്ടുള്ളവരെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന കാര്യം വല്ലതും കൂടി ഇതുകൊണ്ടൊക്കെ കഷ്ടപ്പെടണം. അതുകൊണ്ട് വേഗുന്ന ചേനയായിരിക്കും ഇത്. ഈ ചേന ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, കാരണം വേഗത്തെ ചേനയായിരിക്കും, കല്ലൻ ചേനയായി. ഇപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ആ അറിവ് കൊണ്ട് ഇത്രയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? എല്ലാവരും ഇത് ഭക്ഷിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം ആളെ കണ്ടുപിടിച്ച് വഴി വെച്ചൊന്നും കാണുമ്പോൾ തല്ലെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചിരിച്ച വരുമ്പോഴോ എടുക്കുന്നുള്ളൂ. ചേന ചതിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ ഭേദം. കാരണം വേഗുന്ന ചേനയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. പക്ഷേ ചേന വേഗുന്നില്ല. അത് പിന്നെ ഒരു തരത്തിൽ ഞങ്ങൾ കുക്കറിലൊക്കെ ഇട്ട് അടിച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് ചേന കുറവേ വരത്തുള്ളൂ. വേഗുന്ന ചേനയാണെങ്കിൽ ഏറ്റവും ഇത്ര നല്ല കൂട്ടുകളും ഒക്കെ കൂട്ടി ഉണ്ടാക്കിയാൽ ഏറ്റവും താങ്കൾക്ക് ഈ ചേന ഒരു അനുഗ്രഹമായി എന്ന് തോന്നുന്നുണ്ടല്ലേ? ചേന ചതിച്ചു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചേന ചതിച്ചു, അല്ലെങ്കിൽ ഇപ്പോഴേക്കും ഇങ്ങനല്ല. ഇതിലും കുളവായനാ? ഇല്ല, കുളവായില്ല, ഒരിക്കലും കുളവായില്ല. കഴിച്ചവര് ഇത് കണ്ട ആൾക്കാർ പിന്നെ ഞാൻ ചേർത്ത സംഗതികളെല്ലാം അറിയാമല്ലോ. തേങ്ങായ, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, പിന്നെ ചുവന്നുള്ളി, കടുക്, പിന്നെ കുരുമുളകിൻ്റെ കാര്യം മറക്കരുത്. കുരുമുളക്, പിന്നെ വെളുത്തുള്ളി നമ്മൾ ചേർത്തില്ല, പക്ഷെ വേണം അല്ലേ? വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. വെളുത്തുള്ളി ഇതിൻ്റെ അത് ചേർന്നിട്ടില്ല, കാരണം ഇല്ല എന്ന് പറയാം. പിന്നെ നമ്മൾ അവസാനം കടുകും പൊട്ടിച്ച് ഇത് എടുക്കുക. തേങ്ങാപ്പീരി മഞ്ഞളും ചുമന്നുള്ളിയും ഇതെല്ലാം കൂടെ കൂട്ടി ചതയ്ക്കണം. കപ്പയ്ക്ക് ചതയ്ക്കുന്ന നമുക്ക് ചതച്ചതിന് ശേഷം വെള്ളം ശരിയാവണ്ണം ചേന വെന്ത് കഴിയാൻ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കൂടി നമ്മൾ കപ്പ കഴിക്കുന്ന ഉണക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല നമ്മുടെ വയറ്റിൽ ഞാൻ നല്ല സുഖം, എല്ലാം കൊണ്ടും നല്ല വയറ്റില്ല. ആശുപത്രി കറങ്ങുന്നില്ലേ? 3 പേഷ്യൻ്റ് അങ്ങോട്ട് എന്തേ പൈസ
കൊണ്ടൊന്നും പൈസ അനക്കിട്ടില്ല. ഇത് വിചാരിച്ചിട്ടാണ് അച്ഛൻ ആ പൈസ എടുക്കാണ്ടിരുന്നത്. അപ്പം വേറെ എന്തെങ്കിലും ഇനി ഒരു റെസിപ്പി ഉണ്ടോ? വേറെ എന്തെങ്കിലും ഇനി ഉണ്ടാക്കാറുണ്ടോ? വേറെ എല്ലാ സംഗതികളും ഉണ്ടാക്കും. നാളെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതൊന്നും നാളെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓറഞ്ചോളം കുടിച്ച് കിടക്കാൻ പറയട്ടോ. ഇനി ഒന്നും കുറച്ച് ദിവസത്തിന് കഴിക്കേണ്ടത് ഡോക്ടർ ആശുപത്രിയിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വാങ്ങി കഴിക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങോട്ട് നോക്കി പറയാം. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ വേറൊരു വെറൈറ്റിയായ സാധനം ഉണ്ടാക്കണമെന്നുണ്ട്. അതെന്താ? അത് അതിനും പേര് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇന്ന് പാളിപ്പോയ പോലെ അതിന് ഏതെങ്കിലും ഞാൻ ഒരു സാധനം ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോഴാണ് ഞാൻ അതിന് പേരെടുത്തത്. അപ്പം എല്ലാവരോടും ബായ് പറ. എല്ലാവരോടും എൻ്റെ ഹായ് 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 ബായ് ബായ്. ഓക്കെ ബായ്ക്കും ഇന്നത്തെ ഷെയർ ആക്കി. അപ്പോൾ ഓക്കെ ബൈ.